രാവിലെ തന്നെ ഓടിപ്പോയി ഞാൻ വിളമ്പി എന്നെ കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് കണി കാണില്ല. അപ്പോൾ വിളമ്പി പറയാം മാറി നിൽക്കടി, അങ്ങോട്ട് വന്നത് മുതൽ നിന്നെ തന്നെ കണി കാണുന്നു. എന്നിട്ട് എനിക്ക് വലിയൊരു മാറ്റമില്ല, ഞാനിപ്പോഴും അതുപോലെ തന്നെ പോയി പറമ്പ് പോയി ഇങ്ങനെ ചെക്കി മന്തി തിന്നുകയാണെന്ന്. മാറി നിൽക്കാൻ അങ്ങോട്ട് ഞാൻ വല്ലതും പോയി പറമ്പ് പോയി തിന്നിട്ട് എന്ന് പറഞ്ഞ് വിളമ്പി പറമ്പിലേക്ക് ഓടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരെ അടുക്കളയിലേക്ക് എൻ്റെ പണിയിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ പാതാളക്കാരനെ കൊണ്ട് വെണ്ണീരൊക്കെ വാരി വേഗം പണിയൊക്കെ വെച്ച് എനിക്ക് ഇന്ന് ലുലുമാളിൽ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഓടിപ്പോയി ലുലുമാളിൽ ഇപ്പോൾ ഒരു സബ്സിഡിയുള്ള സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പരിപ്പ്, ചെറുപയർ, ഉഴുന്ന് അങ്ങനെയെല്ലാം കേട്ടോ. സബ്സിഡിയുള്ള എല്ലാ സാധനവും കേട്ടോ. അപ്പോൾ ആരാധ്യമൾ കളി കഴിഞ്ഞ് വരുന്നത് കണ്ടപ്പോൾ എൻ്റെ പുറകിൽ ഓടി വന്നിട്ട് പറയാം അമ്മയ്ക്ക് സബ്സിഡിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അത്ര പ്രാവശ്യം പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണേ ലുലുമാളിൽ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നട്ടുച്ചയ്ക്ക് പോയതുകൊണ്ട് സൂര്യേട്ടൻ്റെ നല്ല തലോടൽ ഏറ്റുകൊണ്ട് നല്ല മാങ്ങ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് വന്നപ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ ഒന്നും പുറകിൽ ആരുമില്ല. പിന്നെ ഈ ഗ്ലാസ്സുകളും വായിൽ ഇങ്ങനെ പൊന്തി വരുന്ന കേട്ടോ കണ്ടു. അങ്ങനെ അവർക്കും ജ്യൂസ് വെച്ച് കൊടുത്ത് അങ്ങനെ ഞാനും കുടിച്ചു കേട്ടോ. നല്ല നട്ടപ്പൊരി വെയിലത്തായിട്ട് നല്ല ചൂട്. അപ്പോൾ എൻ്റെ ടെസ്റ്റ് എടുത്താൽ നിൽക്കുന്ന ഈ ഒരു സിഗ്നൽ കിട്ടിയാൽ പിന്നെ ഓക്കെ കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നല്ല നോമ്പുതറ വിഭവങ്ങൾ എത്തിയിട്ട് നല്ല പത്തിരിയും വെള്ളപ്പവും കായ്പോളയൊക്കെ എപ്പോഴോ തീറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചിക്കൻ കറി ഉണ്ട്. ശിവനെ ഇതേത് ഭാഷ? ഇനി അംഗൻവാടിയിലെ ടീച്ചർ പുതിയ ഭാഷ എങ്ങനെ പഠിപ്പിച്ചാവോ? നാളെ ടീച്ചറോട് ചോദിച്ചു നോക്കാം. എനിക്ക് അതല്ലൊന്നും മനസ്സിലായത്, നിങ്ങൾക്ക് എന്താ മനസ്സിലായോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ പത്തിരിക്കും ചിക്കൻ കറി കൊടുത്തത് പറയും എനിക്ക് കോഴിക്കാരി കിട്ടിയില്ല പരാതിയും പരിഭവമായിട്ടാണ് കേൾക്കുന്നത്. ആ പരാതിയും പരിഭവം തീർക്കാനായിട്ട് അപ്പോഴേക്കും ഇതാ കണ്ണൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണെന്ന് കേക്ക് കൊണ്ട് തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കുറേ മെലഡി മിഠായി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ സൈഡ് തോണ്ടി തന്നാണ്ടിരിക്കും എനിക്ക് ഷുഗർ മധുരം ഇഷ്ടമായിട്ടല്ലോ. അതൊന്നും അല്ല കേട്ടോ സംഗതി. അപ്പുറത്ത് ഇതാ ചൂലും ചപ്പാത്തിക്കോലൊക്കെ ആയി നിൽക്കുന്നത്. അടി കിട്ടുന്നതിൽ പിന്നെ ഒന്ന് മുറിച്ച് കൊടുക്കുക. ബേബി